Hi everyone. Welcome to the next topic, that is Schimd law. Schimd law, okay? And this law talks about the stress required to deform for the deformation to start in a crystal. That is, നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ അറിയാം. You already know, when we apply a normal stress onto a material, it will start deforming. ആൻഡ് സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോഡ് ഡിവൈഡഡ് ബൈ ദ ഏരിയ ഓൺ വിച്ച് ദ സ്ട്രെസ് ഈസ് ആക്ടിങ്. ആൻഡ് യൂഷ്വലി നിങ്ങൾ പഠിക്കുന്ന ഡെഫിനിഷൻ ഓഫ് സ്ട്രെസ്സിൽ, നോർമൽ സ്ട്രെസ്സിൽ എന്തായിരിക്കും? When we apply a load onto a crystal, the area will be perpendicular to the load. But that is not the case, അല്ലേ? If I can take a number of planes inside a crystal, ഒരു ഏരിയ മാത്രമാണ് ലോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. There are a number of planes at a particular point that are inclined at different angles. ഇല്ലേ? ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പല പ്ലെയിൻസും ഉണ്ട്. ബിക്കോസ് സോളിഡ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റീരിയൽ ഇറ്റ്സ് ആക്ച്വലി സോളിഡ് ഉള്ള എല്ലാം സോളിഡായിട്ടുള്ളൊരു മെറ്റീരിയൽ. അപ്പോൾ അകത്തെല്ലാ പോയിൻറ്റ്സിലും ഡിഫറെൻറ്റ് ഒരു പോയിൻറ്റിൽ തന്നെ പല പ്ലെയിൻസ് എടുത്താലും അവിടെ മെറ്റീരിയലുണ്ട്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരു കൺസിഡർ ചെയ്യുന്ന ഏരിയ, ലോഡിന് പെർപെൻഡിക്കുലർ ഉള്ള ഏരിയയിൽ മാത്രമേ നോർമൽ സ്ട്രെസ് ആക്ട് ചെയ്യത്തുള്ളൂ. ബട്ട് ഇഫ് ഐ ക്യാൻ ടേക്ക് എ നമ്പർ ഓഫ് പ്ലെയിൻസ് വിച്ച് ആർ ഇൻക്ലൈൻഡ് അറ്റ് ഡിഫറെൻറ്റ് ആംഗിൾസ്, ഡെഫിനറ്റ്ലി ദ അപ്ലൈഡ് ലോഡ് വിൽ മേക്ക് ആൻ ആംഗിൾ. അപ്പോൾ അങ്ങനെ മേക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ പർട്ടിക്കുലർ പ്ലെയിനിൽ ഒരു ഷിയർ സ്ട്രെസ്സും വരും, നോർമൽ സ്ട്രെസ്സും വരും. അതെന്ത് ചെയ്യണം? നമ്മളത്, സിൻസ് ദ അപ്ലൈഡ് ലോഡ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് ദ പ്ലെയിൻ, വി ക്യാൻ റിസോൾവ് ദ പർട്ടിക്കുലർ ലോഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആൻഡ് പാരലൽ ടു ദ പ്ലെയിൻ. ഇതല്ല നമ്മുടെ ടോപ്പിക്ക്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ നോർമൽ സ്ട്രെസ്സും വരും, ഷിയർ സ്ട്രെസ്സും വരും. അപ്പോൾ സ്കിമിഡ് ലോ ടോക്സ് അബൌട്ട് ദീസ് ടൈപ്സ് ഓഫ് ലോഡ്സ്. ആക്ച്വലി when we apply a load on a material, there is a particular plane which is inclined at a particular angle to the direction of the load, and in that particular plane the stress required for deformation will be minimum. Also, the deformation will get initiated on that particular plane. അപ്പോൾ അതിന് ഒരു റിലേഷനും സ്കിമിഡ് ലോ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ദർ ഈസ് എ പെർട്ടിക്കുലർ ഇക്വേഷൻ കണക്റ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ സ്ട്രെസ്. അപ്പോൾ അത് ഏത് പ്ലെയിൻ ആയിരിക്കും? യൂഷ്വലി ഏത് പ്ലെയിൻ ആയിരിക്കും? നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ദർ ആർ ആക്ച്വലി ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. സ്ലിപ്പ് സിസ്റ്റംസ് പറഞ്ഞു. അപ്പോൾ സ്ലിപ്പ് സിസ്റ്റം ആയിരിക്കും, അല്ലേ? ആ പർട്ടിക്കുലർ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഇറ്റ് വിൽ ബി എ ക്ലോസ്ലി പാക്ഡ് പ്ലെയിൻ. ദാറ്റ് ഈസ് ദ പ്ലെയിൻ വിൽ ബി ഹാവിങ് ഹയസ്റ്റ് ഡെൻസിറ്റി ഓഫ് പാക്കിംഗ്, ദാറ്റ് ഈസ് പ്ലെയിനാർ ഡെൻസിറ്റി. അങ്ങനൊരു പ്ലെയിൻ ആയിരിക്കും. അത് മേ ബി ഒരു 45 ഡിഗ്രിയിലായിരിക്കും ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്, മേ ബി ഒരു 30 ഡിഗ്രിയിലായിരിക്കും ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിന് ഈ നമ്മുടെ സ്ലിപ്പ് പ്ലെയിൻ ഇറ്റ് വിൽ മേക്ക് ആൻ ആംഗിൾ ആൻഡ് ദ ഡിഫോർമേഷൻ വിൽ ബി ഇനിഷ്യേറ്റഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ പ്ലെയിൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ലിപ്പ് പ്ലെയിൻസ് തന്നെ ഒരുപാടുണ്ട്, അല്ലേ? 12 ഉണ്ട്, 48 ഉണ്ട്, ഓരോ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സിലും. ഇനി ഇത് ഏത് പ്ലെയിനിലാണ് വി റിക്വയർ ദ ലീസ്റ്റ് സ്ട്രെസ്, അവിടെ ഏറ്റവും പെട്ടെന്ന് ഡിഫോർമേഷൻ നടക്കും. ഓക്കെ, അതൊക്കെ അല്ലേ? അപ്പോൾ അവിടെ കൂടെ ആയിരിക്കും ആദ്യം പോകുന്നത്, ഏത് ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്യുന്നത് കമ്പയർഡ് ടു അതർ പ്ലെയിൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്കിമിഡ് ലോ പറയുന്നത്. ഇനി അതിൻ്റെ ഇക്വേഷനിലേക്ക് കിടക്കാം. Suppose a unidirectional force F is applied to a cylinder of metal, that is a single crystal. സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻ ബൗണ്ടറി ഇല്ലാത്ത നമ്മളൊരു ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ക്രിസ്റ്റൽ. സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ ബൗണ്ടറി ഇല്ല, ഒറ്റയൊരു ക്രിസ്റ്റലായിരിക്കും. അപ്പോൾ നമ്മൾ വി ക്യാൻ ഓറിയൻറ്റ് ദ സ്ലിപ്പ് പ്ലെയിൻ ആൻഡ് സ്ലിപ്പ് ഡയറക്ഷൻ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ബൈ ഡിഫൈനിങ് ആംഗിൾസ് ലാംഡ ആൻഡ് ഫൈ.
ഇപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിൻ്റെ ഫിഗർ കാണിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ലാംഡ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ സ്ലിപ്പ് ഡയറക്ഷനും അപ്ലൈഡ് ഫോഴ്സ്. ഏതാണ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് ആംഗിൾ ബിറ്റ്വീൻ ദ സ്ലിപ്പ് ഡയറക്ഷൻ ആൻഡ് ദ അപ്ലൈഡ് ഫോഴ്സ്. ഫൈ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ടു ദ സ്ലിപ്പ് പ്ലെയിൻ. കാരണം ഒരു സ്ലിപ്പ് പ്ലെയിനിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഓൾവേസ് the direction of the plane is indicated by a normal to that particular plane. അതായത് എക്സ് പ്ലെയിൻ എന്ന് എക്സ് വൈ പ്ലെയിൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ആയിരിക്കും അല്ലേ? അതിന് പെർപെൻഡിക്കുലർ നോർമൽ. അപ്പോൾ ഫൈ ഇസ് ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ടു സ്ലിപ്പ് പ്ലെയിൻ ആൻഡ് ദ അപ്ലൈഡ് ഫോഴ്സ്. ലാംഡയും ഫൈയും നിങ്ങൾ നോക്കണം. കാരണം എന്താ? നമ്മളിവിടെ എടുക്കാൻ പോകുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ചരിഞ്ഞ് കിടക്കുന്ന പ്ലെയിനാണ്. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ മേക്ക് ആൻ ആംഗിൾ വിത്ത് ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ ഇതാണ് ഫിഗർ. ഈ ഒരു ഫിഗർ കണ്ടോ? ഫിഗർ എ, ദിസ് വൺ. നമ്മളിത് ഇവിടെ ഇതാണ് പറഞ്ഞത്. ഫിഗർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ ഫിഗറിൽ ഒരു സിലിണ്ട്രിക്കൽ സ്പെസിമെൻ എടുത്തു. ദാറ്റ് ഈസ് എ സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു. ആൻഡ് ഐ ആം ജസ്റ്റ് അപ്ലൈയിങ് എ ഫോഴ്സ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ സിലിണ്ട്രിക്കൽ ക്രിസ്റ്റൽ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫും എ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോർമൽ ഏരിയ അല്ലേ? എഫിന് നോർമലായിട്ടുള്ള ഏരിയ ആണ് എ നോട്ട്. ബട്ട് അപ്പോൾ സിഗ്മ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ചതുപോലെ എഫ് ബൈ എ നോട്ട്. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ദ സ്ലിപ്പ് സിസ്റ്റംസ്, അതായത് മോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ, ആക്ച്വലി ഡീഫോർമേഷൻ വിൽ ഗെറ്റ് ഇനിഷ്യേറ്റഡ് ഇൻ എ പ്ലെയിൻ which is having the most planar density, and that particular plane will definitely be oriented in such a way that it will make an angle with the applied force. അപ്പോൾ അതായത് നമ്മളിപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞ നോർമൽ സ്ട്രെസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എഫ് ബൈ എ നോട്ട്. ബട്ട് ആക്ച്വലി മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്ന ഈ ലോഡിനെ ബേസ് ചെയ്തായിരിക്കില്ല മെറ്റീരിയലിൽ ഡീഫോർമേഷൻ വരുന്നത്. അത് സ്ലിപ്പ് പ്ലെയിൻസിൽ എത്രമാത്രം സ്ട്രെസ്സ് മതി അത് ബ്രേക്ക് ചെയ്യാൻ, അതായത് ബ്രേക്ക് ചെയ്യാനല്ല, ഡിസ്ലൊക്കേഷൻസിനെ മൂവ് ചെയ്യാൻ. അപ്പോൾ അതിലുള്ള സ്ട്രെസ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സപ്പോസ് ദ സ്ലിപ്പ് പ്ലെയിൻ ഈസ് ഡിനോട്ടഡ്, ഏരിയ ഓഫ് ദ സ്ലിപ്പ് പ്ലെയിൻ ഈസ് ഡിനോട്ടഡ് ബൈ എ, ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ ഫൈ വിത്ത് the normal stress, that is vertical line, okay, and the slip direction is making an angle lambda with the applied force. അതായത് ഫൈയും ലാംഡയാണ് സ്ലിപ്പ് സിസ്റ്റത്തിൻ്റെ ആംഗിൾസ്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾവേസ് വിൽ ബി ആക്ടിങ് പാരലൽ ടു ദ പ്ലെയിൻ. സോ അപ്പോൾ എലോങ് ദ പ്ലെയിൻ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സ് വരും. കാരണം രണ്ട് കമ്പോണൻ്റ് ആയില്ലേ ഇപ്പം. സോ ഇറ്റ് നോർമൽ സ്ട്രെസ്സിനെ രണ്ട് നോർമൽ ഫോഴ്സിനെ രണ്ട് ഫോഴ്സായിട്ട് നമുക്ക് മാറ്റാം. വൺ ഈസ് എഫ് കോസ് ലാംഡ, ദാറ്റ് ഈസ് കോസ് ലാംഡ ഈസ് എലോങ് ദ സ്ലിപ്പ് ഡയറക്ഷൻ. സോ ആ എലോങ് ദ സ്ലിപ്പ് ഡയറക്ഷനിൽ ടോ ആർ ഈക്വൽ ടു എഫ് ബൈ എ എന്ന് വരും. കാരണം എ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് ദ സ്ലിപ്പ് പ്ലെയിൻ. ഇനിയും അതുപോലെ നോർമൽ ടു ദ സ്ലിപ്പ് പ്ലെയിനും ഒരു സ്ട്രെസ്സ് കാണും അല്ലേ? അത് നോർമൽ സ്ട്രെസ്. അപ്പോൾ സോ അതിനെ ബേസ്, അപ്പം എഫ് കോസ് ലാംഡ ആൻഡ് ഷിയർ സ്ട്രെസ് എഫ് കോസ് ലാംഡയും നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ? ഫൈനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കാണിച്ചു തരാം. സോ ആൻഡ് ഒറ്റൊരു കാര്യം ആലോചിക്കണം, ഫൈ പ്ലസ് ലാംഡ ഡസ് നോട്ട് ഹാവ് ടു ബി ഈക്വൽ ടു 90 ഡിഗ്രി ആവണമെന്നില്ല. ഓക്കെ. And in order for the dislocation to move in its slip system, a shear force acting in the slip direction must be produced by the applied force. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനിയും ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? റിസോൾവ്ഡ് ഷിയർ ഫോഴ്സ് FR, ദാറ്റ് ഈസ് റിസോൾവ്ഡ് ഷിയർ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ എഫ് കോസ് ലാംഡ. അതുപോലെ ഇഫ് വി ഡിവൈഡ് ദ ഇക്വേഷൻ ബൈ ദ ഏരിയ ഓഫ് ദ സ്ലിപ്പ് പ്ലെയിൻ, എ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് എ നോട്ട് എഴുതണമെങ്കിൽ രണ്ടിൻ്റെയും നോർമൽസ് എടുത്ത് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുക. ഓക്കെ. ഇവിടെ എ ഇസിക്കൽ ടു എ നോട്ട് ബൈ കോസ് ഫൈ, അതായത് എ നോട്ടിൻ്റെ ആംഗിൾ എന്തായിരിക്കും? വെർട്ടിക്കലായിരിക്കും. എയുടെ ആംഗിൾ എന്തായിരിക്കും? അതിന് നോർമലായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഫൈയുടെ ഈ ട്രയാങ്കിൾ വെച്ചിട്ട് നിങ്ങൾ കോസ് ഫൈ എടുക്കുക. കോസ് ഫൈ എടുത്തിട്ട് എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ ബൈ
എ നോട്ട് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോസ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നോട്ട് ബൈ എ. കോസ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വൽ ഏരിയ എന്ന് പറഞ്ഞാൽ എ നോട്ട് അല്ലേ. അപ്പോൾ കോസ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? എ നോട്ട്. ഹൈപ്പോട്ടന്യൂസ് ഏതായിരുന്നു ഇവിടെ? എ. അപ്പോൾ കോസ് ഫൈ ഇക്വൽ ടു എ നോട്ട് ബൈ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എ നോട്ട് ബൈ കോസ് ഫൈ. അപ്പോൾ എ നോട്ട് ബൈ കോസ് ഫൈ കിട്ടി. ഇനിയും നമ്മൾ ആക്ച്വലി ദ ഫോളോയിങ് ഇക്വേഷൻ ഷിയർ സ്ട്രെസ്, റിസോൾവ് ഷിയർ സ്ട്രെസ്, സ്ലിപ്പ് ഡിറക്ഷനിൽ കൂടെ അല്ലേ എപ്പോഴും സ്ലിപ്പ് നടക്കത്തുള്ളൂ. ടോ ആർ റിസോൾവ് ഷിയർ സ്ട്രെസ് എലോങ് സ്ലിപ്പ് ഡിറക്ഷൻ ഈക്വൽ ടു എഫ് ആർ ബൈ എ. എഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ പ്ലെയിനിൽ കൂടെയുള്ള ഷിയർ ഫോഴ്സ് എന്താ? എഫ് കോസ് ലാംഡ. ആൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ നോട്ട് ബൈ കോസ് ഫൈ. അപ്പോൾ എന്ത് പറ്റും? എഫ് ബൈ എ നോട്ട് ഇൻറ്റു കോസ് ഫൈ കോസ് ലാംഡ എന്ന് വരും. നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി, മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ. എഫ് ബൈ, അപ്പോൾ ആദ്യം എഫ് ആർ ബൈ എ ഇട്ടു റിസോൾവ് ഷിയർ സ്ട്രെസ് എലോങ് സ്ലിപ്പ് ഡയറക്ഷൻ, അതായത് ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ഓഫ് ദ സ്ലിപ്പ് പ്ലെയിൻ. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എഫ് കോസ് ലാംഡ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താ? എ നോട്ട് ബൈ കോസ് ഫൈ. അപ്പോൾ എക്ക് എ നോട്ട് ബൈ കോസ് ഫൈ ഇടുന്നു. സോ എന്ത് പറ്റും? എഫ് ബൈ എ നോട്ട് ഇൻറ്റു കോസ് ഫൈ കോസ് ലാംഡ എന്ന് പറയും. ഇനിയും എഫ് ബൈ എ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് നോർമൽ സ്ട്രെസ് സിഗ്മ. സോ റിസോൾവ് ഷിയർ സ്ട്രെസ് എലോങ് ദ സ്ലിപ്പ് ഡയറക്ഷൻ ഈസ് സിഗ്മ കോസ് ഫൈ കോസ് ലാംഡ. ഇതാണ് എന്ത്? സ്കിമിഡ് ലോ. ദാറ്റ് ഈസ് cos sigma cos phi cos lambda. നമ്മൾ even though if we apply a normal stress onto a crystal, there are actually planes which are inclined at different angles to the applied force, and the planes with the highest planar density are the slip planes, and they will make some particular angles with the applied force, and the deformation will be initiated in that particular plane along a particular direction. And Schimd law state that deformation, the stress required for the deformation to happen in that particular plane along the slip direction is given by tau r, that is the resolved shear stress, which is equal to sigma cos phi cos lambda. Okay. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചോദിക്കാം കേട്ടോ. അങ്ങനെ ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ്. ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഷിയർ സ്ട്രെസ് റിക്വയർഡ് ഫോർ ദ സ്ലിപ്പ് ടു ഒക്വർ. അതായത് ഇനിഷ്യേറ്റ് ചെയ്തു, ഇനി സ്ലിപ്പ് ഒക്വർ ചെയ്യണം അല്ലേ. സ്ലിപ്പ് ഒക്വേഴ്സ് കോസിങ് ദ മെറ്റൽ ടു പ്ലാസ്റ്റിക്കലി ഡിഫോം വെൻ ദ അപ്ലൈഡ് ഷിയർ സ്ട്രെസ് സിഗ്മ പ്രൊഡ്യൂസസ് എ റിസോൾവ് ഷിയർ സ്ട്രെസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ്. അതായത് നമ്മൾ ടോ ആർ ഈക്വൽ ടു സിഗ്മ കോസ് ഫൈ കോസ് ലാംഡ പറഞ്ഞു. ഇനിയും ഒരു മെറ്റീരിയൽ ഡീഫോർമേഷൻ തുടങ്ങുന്ന എവിടെ വെച്ചിട്ടാണ്? ഈൽഡ് സ്ട്രെസ് ഇല്ലേ. ദ മെറ്റീരിയൽ വിൽ സ്റ്റാർട്ട് ടു ഡീഫോം വെൻ ഇറ്റ് റീച്ചസ് ഈൽഡ് പോയിൻറ്റ്. അതിനുശേഷം പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ആരംഭിക്കുന്നു. അപ്പോൾ മിനിമം സ്ട്രെസ് സിഗ്മയ്ക്ക് എത്ര കൊടുക്കാം? ഈൽഡ് സ്ട്രെസ് കൊടുക്കാം. അവിടെ വെച്ചിട്ട് തന്നെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ തുടങ്ങും. സോ ഈൽഡ് സ്ട്രെസ്, ഒരു മെറ്റീരിയലിൻ്റെ ഈൽഡ് സ്ട്രെസ് എത്തുമ്പോഴേക്കും സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ ഡീഫോർമേഷനുള്ള സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സിഗ്മയ്ക്ക് പകരം നമുക്ക് സിഗ്മ വൈ കൊടുത്തു കഴിഞ്ഞാൽ റിസോൾവ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹാവ് എ ക്രിട്ടിക്കൽ വാല്യൂ, ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ്. അതെന്താ ഡിനോട്ട് ചെയ്ത? മിനിമം വാല്യൂ ഓഫ് സ്ട്രെസ് റിക്വയർഡ് ഫോർ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ, അതായത് സ്ലിപ്പ് ടു ഒക്വർ. ഓക്കെ, നമ്മൾ റിസോൾവ് ചെയ്തെടുത്തു. ഇനി ഇതിനൊരു മിനിമം വാല്യൂ ഉണ്ടെങ്കിൽ, ഈ റിസോൾവ്ഡ് ഷിയർ സ്ട്രെസ്സിനൊരു മിനിമം വാല്യൂ ഉണ്ടെങ്കിൽ അത് ഡീഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ മിനിമം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ സിഗ്മയ്ക്ക് പകരം സിഗ്മ വൈ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? ടോ റിസോൾവ് ഷിയർ സ്ട്രെസ് എന്നുള്ളത് ഇറ്റ് വിൽ ബി എന്തായിരിക്കും? ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ്. ആൻഡ് the magnitude of the applied stress required to yielding. Okay, the minimum stress necessary to introduce yielding occurs when a single crystal is oriented such that ഏറ്റവും മിനിമം സ്ട്രെസ് എന്തായിരിക്കും? കോസ് ഫൈ കോസ് ലാംഡ മാക്സിമം ആകുമ്പം അല്ലേ. സിഗ്മ വൈ ഈക്വൽ ടു ടോ ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ് ബൈ കോസ് ഫൈ കോസ് ലാംഡ. അത് ഡിനോമിനേറ്റർ ഇതെന്താ ആയിരിക്കും? മാക്സിമം ആകുമ്പോഴായിരിക്കും സിഗ്മ വൈ മിനിമം. അപ്പോൾ കോസ് ഫൈ കോസ് ലാംഡയുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? 2 ആയാൽ മാത്രമേ അത് ഇതാവത്തുള്ളൂ. കോസ് ഫൈ കോസ് ലാംഡയുടെ വാല്യൂ 0.5. സോ
ടോട്ടൽ എന്തായിരിക്കും? സിഗ്മ വൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ്. അതായത് ഡിനോമിനേറ്റർ മിനിമം ആയാലല്ലേ മാക്സിമം ആയാലല്ലേ ഈ ഒരു സിഗ്മ വൈ എന്ന് പറയുന്ന വാല്യൂ മിനിമം ആവും. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഈ ഒരു പ്രോബ്ലം, ഡിസൈൻ എ റോഡ് അത് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് പ്യുവർ അലൂമിനിയം which has a critical resolve shear stress of 148 psi and the rod അത് പണ്ടത്തെ യൂണിറ്റാണ്. Then the rod is oriented in such a manner that when an axial stress of 500 psi is applied, യൂണിറ്റ് നിങ്ങൾ നോക്കണ്ട, കാരണം അത് സെയിം യൂണിറ്റിലാണ് ചെയ്യുന്നത്. സോ ദ സ്ക്വയർ ഇഞ്ചാണ്. സോ അതെന്താണ്? ഓക്കെ, അത് ഫുള്ള് എനിക്കൊന്ന് നോക്കണം. പക്ഷേ യൂണിറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോൾ നമ്മൾ യൂഷ്വലി മെഗാ പാസ്കലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് when an axial stress of 500 psi is applied, the rod deforms by slip in a 45-degree direction to the axis of the rod and actuates a sensor that detects overload. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ഫൈ. സോ റിസോൾവ് ഷിയർ സ്ട്രെസ് ഈക്വൽ ടു സിഗ്മ കോസ് ലാംഡ കോസ് ഫൈ തന്നിട്ടുണ്ട്. സോ റിസോൾവ് ഷിയർ സ്ട്രെസ് എത്ര തന്നിരിക്കുന്നത്? ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ് ആണ് 148. സിഗ്മ എത്ര തന്നിട്ടുണ്ട്? 500 ആക്സിയൽ സ്ട്രെസ് ഇല്ലേ? കോസ് ലാംഡ കോസ് ഫൈ. ലാംഡ എത്ര തന്നിട്ടുണ്ട്? ഇൻ എ 45 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് ദ ആക്സിസ്, അതായത് ബൈ സ്ലിപ്പ്. സോ ലാംഡ ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ഫൈ എന്ന് പറയുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈ ഈസ് 65.3 ഡിഗ്രി. So we must produce a rod that is oriented such that lambda is equal to 45 degree and phi equal to 65.3 degree. ഇതൊരു ജസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കില്ല, കുറച്ചുകൂടെ ഈസി. അതായത് ഇത് കുറച്ചൊന്ന് മാറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്വസ്റ്റ്യൻ വേറെ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. സോ സ്കിമിഡ് ലോ മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.